ഹലോ എവ്രിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ദ ഫീനസ് വ്ലോഗ്. അപ്പോൾ എഗെയിൻ ഞങ്ങളൊരു മോർണിംഗ് വാക്കിന് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ സമയം 6 മണിയായിട്ടുണ്ട്. അപ്പോൾ എക്സാമൊക്കെ ആയപ്പോൾ ഞാൻ ഭയങ്കര തിരക്കിലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ മോർണിംഗ് വാക്കിനൊന്നും പോകാറില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീണ്ടും മോർണിംഗ് വാക്കിന് ഇറങ്ങിയിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടുത്തെ വ്യൂ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇവിടെ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സോ നമുക്ക് നടന്ന് ഞങ്ങളുടെ മൺബ്രിക്സിൻ്റെ ഒരു ഫാക്ടറിയിലാണ് എത്തിയിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ ചൂടായതുകൊണ്ടാണ് തോന്നുന്നു കൊതുക് വലയൊക്കെ കെട്ടി അതിൻ്റെ ഉള്ളിലാണ് ഒരു കാക്ക ഉറങ്ങുന്നത്. എന്ത് ചെയ്യാനാണ് ഗൈസ്. പിന്നെ ഈ സെല്ലടുത്തു നിന്ന് 2 ഫോട്ടോസൊക്കെ എടുക്കും. അത് പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണല്ലോ. പിന്നെ നമ്മുടെ കുറച്ച് മൺബ്രിക്സൊക്കെ ഉണ്ടാക്കി വെച്ചതാണ് ഈ കണ്ടത്. ദെൻ ഞങ്ങൾ നടന്ന് ഞങ്ങൾ തോട്ടത്തിലെത്തി. തോട്ടത്തിൽ നിന്ന് ഞങ്ങൾ കുറച്ച് വെജിറ്റബിൾസൊക്കെ എടുത്തു. ദെൻ ഞാനിങ്ങനെ എല്ലായിടത്തും പോയി എന്തൊക്കെയോ അഭിപ്രായങ്ങളൊക്കെ കാണിച്ചിട്ട് ഇറങ്ങുകയാണ്. പിന്നെ ഗൈസ്, ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് ഫാക്ടറീസും ബിൽഡിങ്സൊക്കെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ഫാക്ടറീസിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കണ്ടു ഞങ്ങൾ വീണ്ടും നടന്നു പോകുന്നതിൻ്റെ ഇടയിലാണ് ഒരുപാട് ഡോഗ്സിനെ ഞങ്ങൾ കണ്ടത്. എന്നിട്ട് അവരുടെ അടുത്ത് കുറച്ച് നേരം ഫോട്ടോ വീഡിയോസ് ഒക്കെ എടുത്ത് നല്ല ഡോഗ്സ് ആയിരുന്നു. ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ദെൻ ഞങ്ങളിങ്ങനെ നടന്നൊരു ഹോട്ടലിലെത്തി. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് സമൂസയും പത്തിരിയൊക്കെ കഴിച്ചു. ദെൻ ഞാനൊരു ലേസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ലേസ് പിടിച്ച് കഴിച്ച് നടന്ന് ഞങ്ങൾ നേരെ എത്തിയതൊരു പശുത്തൊഴുത്തിലായിരുന്നു. അവിടെ ഒരുപാട് പശുക്കളുണ്ടായിരുന്നു. ഞങ്ങൾ പോകുന്നതിൻ്റെ ഇടയിൽ വീണ്ടും ഞങ്ങൾ ഡോഗ്സിനെ വീണ്ടും മീറ്റ് ചെയ്തു ഗൈസ്. പിന്നെ ഞങ്ങൾ നേരെ നടന്ന് പശുത്തൊഴുത്തിലെത്തി. അപ്പോൾ അവിടെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഒരുപാട് തെങ്ങുകളും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു ഗൈസ്. സത്യം പറഞ്ഞാൽ അവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ എപ്പോഴാണ് ഗൈസ് മനസ്സിലാക്കുന്നത്. പിന്നെ ഗൈസ്, എനിക്ക് അവരെ കണ്ടപ്പോൾ അവരോട് കുറച്ച് സംസാരിക്കാനൊക്കെ തോന്നി. ഞാൻ അവിടെ പോയി ഒരു ടാറ്റയൊക്കെ പറഞ്ഞിട്ട് വീണ്ടും തിരിച്ചു പോവുകയുണ്ട് ഗൈസ്. അവരോട് വീഡിയോക്കും ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവർ തിന്നുന്ന തിരക്കിലാണ് ഗൈസ്. നമ്മളൊന്നും മെയിൻ്റാക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.